Good morning and welcome back to my YouTube channel. Always better. We could turn a sketch into a masterpiece. When you're here, I feel like I'm complete. Every day's a brighter day with you in my life. And every time we fall, we get back up again. ഞാൻ രാവിലെ തന്നെ എണീറ്റ് ഇതാ കുളിച്ച് നിൽക്കുകയാണ്. ഇന്ന് സോണിയുടെ എൻഗേജ്മെൻ്റ് ആണ്. അപ്പം ഞാൻ അവിടേക്ക് പോകാൻ വേണ്ടി റെഡി ആകുമായിരുന്നു. റെഡി ആയിട്ടില്ല, ഒന്ന് കുളിച്ച് ഡ്രസ്സ് ചെയ്തതേ ഉള്ളൂ. ഇനി അവിടെ പോയിട്ട് വേണം എനിക്ക് റെഡി ആവാൻ വേണ്ടിയിട്ട്. അവൾ ഓൾറെഡി ഒരു ഹോട്ടലിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. സത്യത്തിൽ എനിക്ക് ഇന്നലെ അവിടെ നിൽക്കേണ്ടായിരുന്നു, പക്ഷേ ഇന്നലെ എനിക്ക് വീട്ടിൽ വന്ന് കിടന്ന് ഉറങ്ങാൻ തോന്നി. ബിക്കോസ് ഐ വാസ് സോ ടയേർഡ്. അപ്പോൾ ഞാൻ എന്താ ഇപ്പോൾ വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ആണ്. വന്ന് ഹോട്ടലിൽ പോയിട്ട് ബാക്കി കാര്യങ്ങൾ വണ്ടി വന്നു, എൻ്റെ പപ്പ വിളിച്ചു. അപ്പോൾ വണ്ടി വന്നു, നമുക്ക് പോവാം. ഹെയർ ഡ്രൈ ആവാൻ വേണ്ടിയിട്ടുണ്ടല്ലോ, ഡ്രയറിൻ്റെ ആവശ്യമില്ല. ഇങ്ങനെ ഓട്ടോയിൽ ഇരുന്നതാ, ഏറ്റവും വലിയ ഡ്രയർ എന്ന് പറയുന്നത് ഓട്ടോ ആണ്. ഓട്ടോയിൽ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോഴേക്കും എൻ്റെ ഹെയർ ഡ്രൈ ആവുന്നുണ്ടായിരിക്കും. എത്തി, സോണി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നയന എൻ്റെ ഫ്രണ്ടാണ്, ഒരു ഹായ് പറഞ്ഞേക്ക്. നയനയാണ് അവൾക്ക് മേക്കപ്പ് ചെയ്യുന്നതെന്ന്. സോണിയുടെ ഫുൾ ലുക്ക് അവൾ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കുക, അതായിരിക്കും ബെറ്റർ. ആൻഡ് ദിസ് ഇസ് ടീന എൻ്റെ ഫ്രണ്ടാണ്. ടീന എന്നെ സാരി ഡ്രൈപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ടീന ഇങ്ങനെ ഒരു ഹായൊക്കെ. ഇത് സോണിയനെ ഡ്രൈപ്പ് ചെയ്യാനായിട്ട് വന്നതാണ്. ഇപ്പം എന്നെ സാരി ഡ്രൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ടീനയാണ്. അതിന് വേണമെങ്കിൽ ടീനനെ കോണ്ടാക്ട് ചെയ്തോളൂ. എടി വെക്കടി, നീ എന്തിനാ കുറയ്ക്കുന്നേ? ഇനി നീ ലൈഫിൽ ഹെയർ ഇന്നലെ അവൾ എക്സ്റ്റൻഷൻ വെച്ചില്ലല്ലോ. ഞാൻ ഫുള്ളി റെഡി ആയിട്ടില്ല, പക്ഷെ എന്നെ അടിപൊളിയായിട്ട് എന്നെ ഇത്ര നന്നായിട്ട് ഡ്രൈപ്പ് ചെയ്ത് തന്നത് എൻ്റെ കൊച്ചാണ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തെങ്കിലും ഞാൻ ഇവിടെ ഡീറ്റെയിൽസ് കൊടുത്തേക്കാൻ, വേണ്ടവർ ഇനി കോണ്ടാക്ട് ചെയ്തോളാം. അപ്പോൾ താങ്ക് യു കേട്ടോ. ഇനി ഇത് തുടച്ചു കളഞ്ഞാൽ നിന്റെ കല്യാണത്തിന് ഞാൻ വരത്തില്ല. ഇഷ്ടമായോ സോണി? ഒന്നും മിണ്ടുന്നില്ല അവള്. ചിരിക്കടി, ചിരിക്കാൻ. ഇതാ ഇപ്പം സോണിയ നമ്മുടെ എൻഗേജ്മെൻറ്റിന് വേണ്ടി റെഡി ആയിരിക്കുകയാണ്. അടിപൊളിയായിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്, സൂപ്പർ. അല്ല, ഇവളെ ഒരു ഭാവം ഇല്ലാണ്ട് നിൽക്കുന്നത് എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടു. ഇനി ഇത് തുടക്കരുത് കേട്ടോ. എന്തായാലും ഫോട്ടോഷൂട്ടിന് പോകുമ്പോൾ പോയിട്ട് അപ്പോഴേക്കും ഞങ്ങൾ റെഡി ആയിട്ട് വരാം. ബൈ ബൈ. നയന കേട്ടോ എനിക്ക് ഹെയർ ചെയ്തു തരുന്നത്. നയന ഞാനും ഒരു 4 years മുന്നേ തൊട്ടുള്ള കമ്പനിയാണ്. നമ്മൾ നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരുമിച്ച്. അതെ, ഉടനെ വർക്ക് ചെയ്യാൻ പോകുന്നു. അപ്പം എനിക്ക് നയനയുടെ വർക്ക് എല്ലാം ഇഷ്ടമാണ്. ഇൻസ്റ്റയിൽ ഹിഡൻ ബ്യൂട്ടി അല്ലേ, ഹിഡൻ ബ്യൂട്ടി നോക്കിയാൽ മതി. എന്തെങ്കിലും വർക്കൊക്കെ വരികയാണെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം. മേക്കപ്പ് ഞാൻ തന്നെ ചെയ്തു. ഇപ്പം ഞാൻ കുറച്ചൊക്കെ പഠിച്ച് വരികയാണ്. അപ്പം ഞാൻ മേക്കപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഹെയർ എനിക്കിന്ന് മുല്ലപ്പൊക്കെ വെച്ച് റെഡി ആവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ അതിനോട് പറഞ്ഞു എനിക്ക് ഹെയർ ഒന്ന് സെറ്റ് ചെയ്ത് തരണം എന്ന്. പക്ഷെ എനിക്ക് സാരി ഭയങ്കര ഇഷ്ടമായി. നമ്മുടെ പുറകിരിക്കുന്ന നമ്മുടെ സോണിയുടെ അനിയത്തി, അവളും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. സാരി ഡ്രൈപ്പ് ചെയ്യാൻ പോവാണ്. ദാറ്റ്സ് ഇറ്റ്. ഇനി ഫുള്ള് റെഡി ആയിട്ട് കാണാം നമുക്ക്. ഇതാണ് ഇന്നത്തെ എൻ്റെ ഫുൾ ലുക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാര്യം എസ്പെഷ്യലി ഈ സാരി അടിപൊളി, ഒരു രക്ഷയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് കുറച്ച് ഹൈറ്റ് തോന്നിക്കുന്ന പോലെയൊക്കെ ഉണ്ട്. എൻ്റെ നോർമലുള്ള ഹൈറ്റിനേക്കാളും കുറച്ചുകൂടെ കൂടുതൽ ഹൈറ്റ് വന്ന പോലെയായി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എൻ്റെ ഹെയർ ആണെങ്കിലും എന്താ ഈ മുല്ലപ്പൂ വെച്ചതാണെങ്കിലും, എനിക്ക് കുഞ്ഞിലെ മുല്ലപ്പൂ ഇവിടെ വെക്കാനായിരുന്നു ഇഷ്ടം. പക്ഷെ ഇപ്പം അങ്ങനെ വെക്കാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ എനിക്കറിയത്തില്ല, ഈ ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ സാരിയാണ്. ഈ സാരി ലൈക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ പേജിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ്, റൂട്ട്സ് ആൻഡ് ലൂംസ് എന്ന്. എന്നോട് ഒരുപാട്, എനിക്കിപ്പോൾ തന്നെ കുറച്ച് കോംപ്ലിമെൻറ്റ്സ് കിട്ടി ഈ സാരിക്ക്. ഇതൊരു കോട്ടൺ സാരി കേട്ടോ, പക്ഷെ അത് അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. പിന്നെ ഡ്രൈപ്പ് ചെയ്ത് തന്നത് ടീനയാണെങ്കിലും അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഹെയർ ചെയ്തത് നയനയായിരുന്നു, ഹിഡൻ ബ്യൂട്ടി അവർ ചെയ്തു. മേക്കപ്പ് ഞാൻ തന്നെ ചെയ്തതാണ്. മേക്കപ്പ് ചെയ്യാനൊക്കെ ഇപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. അടിപൊളിയായിട്ടുണ്ട് ഈ ലുക്ക്, എനിക്കൊന്നും പറയാനില്ല. എനിക്ക് വാക്കുകളില്ല, സൂപ്പർ.
ഞാനും അതായത് സോണിയുടെ അനിയത്തിയാണ് അനുക. നമ്മൾ രണ്ടുപേരും കൂടി ഇപ്പോൾ താഴത്തേക്ക് പോകണമെന്ന് റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുക. സ്തുതിയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് സോണി ഇവിടെ വരും ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ട്. എന്നിട്ട് നമ്മൾ 3 പേരും കൂടെ വീട്ടിൽ പോയി സ്തുതി കൊടുത്തിറങ്ങി നേരെ പള്ളിയിലേക്ക് പോവാണ്. വന്നോ അവരെ? അത് വന്നിട്ട് ഇറങ്ങിയപ്പോൾ ഓൾറെഡി ഭയങ്കര ചൂടാട്ടോ ഇവിടെ. നമ്മളിപ്പം പള്ളിയിലേക്ക് പോവാം. ഇവിടെ സോണിയുടെ മമ്മി ഉണ്ട് എൻ്റെ കൂടെ. ഇവിടെ ആൾക്കാരുണ്ട്. സോണി ഫ്രണ്ട് ഇരിപ്പുണ്ട്. ഈ ചൂടിൽ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ പള്ളിയിലെ പരിപാടി ഏതാണ്ട് കഴിഞ്ഞു. അപ്പം ഞാൻ ഇവിടെ ഓഡിറ്റോറിയത്തിലേക്ക് വന്നു. ഇപ്പം ഞാൻ ഹോസ്റ്റിങ്ങിന് വേണ്ടി കയറും. പക്ഷേ ഞാൻ വേർത്ത് കുളിക്കാൻ തുടങ്ങി. ഇതാണ് എനിക്കിഷ്ടമല്ലാത്തത്. റെഡി ആയി കഴിഞ്ഞാൽ ഫുൾ മേക്കപ്പും പോകും, ഡ്രൈപ്പ് ചെയ്തതും പോകും. ഐ ഹേറ്റ് ഈ ചൂട്. എന്തായാലും ഞാൻ സ്റ്റേജിലേക്ക് കയറുക. ഞാൻ ഫോൺ ആരെങ്കിലും കൊടുക്കണം എന്ന് വിചാരിക്കുന്നു വീഡിയോ എടുക്കുക. കാര്യം എനിക്ക് സ്റ്റേജിൽ മിക്കപ്പോഴും എൻ്റെ ഹോസ്റ്റിങ്ങിന് വീഡിയോ എടുക്കാൻ പറ്റാറില്ല. ഞാൻ ഒറ്റയ്ക്ക് വരുന്ന ടൈമിൽ നമുക്ക് ആരെങ്കിലും എടുത്തു തരുന്നതായിരിക്കും നല്ലത്. ചേട്ടാ ജസ്റ്റ് മൈക്ക് ടെസ്റ്റിങ്ങും കാര്യങ്ങളും ചെയ്യുകയായിരുന്നു. ഫോണും സെയിം അല്ലേ? ഞാൻ മൈക്കൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുമായിരുന്നു. അവരുടെ പള്ളിയിലെ പരിപാടി കഴിഞ്ഞു. കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നേ. എൻ്റെ പപ്പ പുറത്തുണ്ട്. പക്ഷെ പപ്പേനെ വീഡിയോ എടുക്കാൻ പപ്പ ഇവിടെ വന്ന് വീഡിയോ എടുക്കത്തില്ല. അതെനിക്കറിയാം. വീഡിയോ എടുത്താലും ഞാൻ പറയുന്ന പോലെയൊക്കെ എടുക്കാൻ പപ്പ ഇരിക്കത്തില്ല. അപ്പോൾ ഞാൻ ഒരാളോട് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു കുട്ടീനോട്. പക്ഷേ അത് റെഡിയാവുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ സ്റ്റേജിലേക്ക് പോയി റെഡിയാക്കാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ. അപ്പം എൻ്റെ പപ്പയുണ്ട് ഇവിടെ. പപ്പ എന്നെ ഫുഡ് കഴിക്കാത്തതിന് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്ത് പറയാനാണ്? ഫുഡ് കഴിക്കാതെ രാവിലെ മുതൽ ഫുഡ് കഴിക്കാൻ എനിക്ക് വിശക്കുന്നില്ല. ഫുഡ് ഞാൻ കഴിക്കാറില്ല. കഴിക്കും ഉച്ചയ്ക്ക് നന്നായിട്ട്. ടൈം ആയിട്ടുണ്ട്. എല്ലാവരും ഉള്ളിലേക്ക് വരിക. ഇനി ആരെങ്കിലും പുറത്ത് നിൽപ്പുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റേജിൽ ഈ ഓഡിറ്റോറിയം ഹാപ്പിയാണെന്ന് എനിക്കറിയാം. കാര്യം ഒരുപാട് നാളായിട്ടുള്ള നിങ്ങളുടെ ഒരു സ്വപ്നങ്ങളാണ് എനിക്ക് പറയാനായിരുന്നേ അല്ലേ? അതെ. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഞാൻ ചോദിച്ചിട്ട് എന്നോട് പറയാനില്ലാതെ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുന്നത്. എന്നാലും ഞാൻ സോണിയോട് ചോദിക്കാം, ഈ എൻഗേജ് ആയി ഇന്നലെ വരെ എൻഗേജ് അല്ലായിരുന്നു, നിങ്ങൾ കപ്പിൾസ് ആയിരുന്നു, ഇപ്പോഴാണ് ഒഫീഷ്യലി കപ്പിളായില്ലേ? അപ്പൊ എന്ത് തോന്നും സോണിയ? എന്തെങ്കിലും ഒരു 2 വാക്ക് പറയാമോ? ഇൻവൈറ്റ് ചെയ്യാം. ആദ്യം ചേച്ചിയോട് ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, സോണിയെ ഫസ്റ്റ് ആയിട്ട് കണ്ടു എത്ര മുന്നേ പരിചയമാണ് സോണിയായിട്ട്? 10 വർഷമായിട്ട് പരിചയം ഫ്രണ്ട്സ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പം സോണിയുടെ അടുത്ത് ആ ഒരു ലവ് തുറന്നു പറഞ്ഞ നിമിഷമുണ്ടല്ലോ, അല്ലെങ്കിൽ ഇതായിരിക്കും എന്റെ ഫ്യൂച്ചർ വൈഫ് എന്ന് തോന്നിക്കാനുള്ള ഏതെങ്കിലും ഒരു നല്ല ക്വാളിറ്റി സോണിയുടെ കണ്ടത്? അതായത് സോണിയാണ് എൻ്റെ ക്യാരക്ടർ വെച്ചിട്ട് എന്നെ അതുപോലെ ഒരു എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ക്യാരക്ടർ കിട്ടിയ ഒരാൾക്കും എനിക്കിപ്പം എൻ്റെ ഈ ലോകത്തിരിക്കുന്ന ഒരാൾക്കും ഞാൻ എങ്ങനെയും അതിൽ ഹോസ്റ്റ് ചെയ്തിരുന്നു. അപ്പൊ കേൾക്കാത്തവർക്കൊക്കെ പറയാണ് സോണിയ ഷീസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പൊ സോണിയെ പറ്റി പറയുകയാണെങ്കിൽ സോണിയ വളരെ ബോൾഡാണ്. ഏതൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നവരെ നമ്മളെ 10 വർഷമായിട്ട് പരിചയമുള്ളത്. അപ്പൊ ഇതേപോലെ സോണിയുടെ ലൈഫ് ഫുൾ എനിക്കറിയാം. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ഇങ്ങനെ എന്റെ അടുത്ത് പറയുന്നത് ഞാൻ ചോദിച്ചിരുന്നു. അന്ന് പറഞ്ഞത് ഇവരോട് കേൾക്കാൻ വേണ്ടി പറയും, എന്ത് ക്വാളിറ്റി കണ്ടിട്ടാണ്
എനിക്ക് ചേട്ടനത് എന്ന് തോന്നിയത് എന്റെ ഫ്യൂച്ചർ ഹസ്ബൻഡായിട്ട് ഈ ലൈഫിലോ മുന്നോട്ട് പോകുമോ എന്നെ നന്നായിട്ട് പോകുമോ എന്ത് ക്വാളിറ്റി കണ്ടിട്ടാണ് പറഞ്ഞത് ഒരു കല്യാണം പറഞ്ഞോളൂ. സോണിക്കും റെസ്പെക്ട് എന്ന് പറയുന്ന പപ്പയായിരുന്നു. പപ്പയെ പോലെ ആ സ്നേഹവും കെയർ കൊടുക്കുന്നതാണ് ഫസ്റ്റായിട്ട് ചേട്ടനാണ് ചൂസ് ചെയ്യുന്നത്. അപ്പം അതുപോലെ തന്നെ ലൈഫിലോ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് പോവുക. നിങ്ങളുടെ ബന്ധം ദൈവമായിട്ട് നോക്കിയ ഓഫീസാണ്. അപ്പം ദൈവസ്നേഹത്തിലും നന്നായിട്ട് മുന്നോട്ട് പോവുക. ഇവിടെ കൂടിയിരിക്കുന്ന എന്തായാലും ഇന്നലെ പറഞ്ഞത് കുറച്ചുകൂടി നന്നായിട്ട് ചേച്ചിക്ക് കൊടുക്കുന്ന ബെസ്റ്റ് ഗിഫ്റ്റാണ്. ചേച്ചിക്ക് 3 പേർക്കുമായിട്ട് അതൊക്കെ പറയുന്നതായിട്ട് ചേച്ചിനെ പറ്റി എങ്ങനെയാണ് അവരെ നോക്കിയെന്നുള്ള കാര്യം ചേച്ചി അടിപൊളിയായിട്ട് പക്ഷെ അവർ ഇമോഷണലി എനിക്ക് മനസ്സിലാവുന്നത് സോണിയ ലക്കി. അതുപോലെ നിങ്ങളും ഭയങ്കര കാര്യമാണ്. ഇന്നലെ ലേറ്റ് ആയിട്ട് നമ്മൾ ഇവർക്കൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് ഇങ്ങോട്ടേക്ക് ആയിക്കോട്ടെ അവർ സോണി നല്ല കിടക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുപോലെ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ കേക്ക് ഈ ബർത്ത്ഡേസിനും അതുപോലെ തന്നെ വെഡിങ്സിനും ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കേക്ക് കട്ട് ചെയ്യും. ഈ വെഡിങ്ങിന് ഇതുപോലുള്ള കേക്ക് കട്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് ആർക്കെങ്കിലും അറിയോ? അതെനിക്ക് നോക്കണേ. ആർക്കെങ്കിലും അറിയാമോ? അപ്പോ 2 പേർക്കും ഇപ്പോഴല്ല ഭാവിയിൽ ഒരുപാട് കുടുംബക്കാരും കുടുംബത്തിമാരൊക്കെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നമ്മളെ ഓർഗനൈസ് ചെയ്ത് വരുന്നതാരാണ്? അതെനിക്കറിയാം. കാരണം സോണിയ ഭയങ്കര ഓർഗനൈസിങ് സ്കില്ലുള്ള ഒരു കുട്ടിയാണെന്ന് എനിക്കറിയാം. അപ്പം അടുത്തത് ഞാൻ ചോദിക്കുന്നത് പറഞ്ഞാൽ ഈ TV സീരിയൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ അഡിക്റ്റഡ് ആയിട്ടുള്ളത് അറിയാൻ കൂടുതൽ ഇവിടെ ഒരു ആൻസർ പോയി കേട്ടോ. അപ്പൊ ഇവിടെ കൊടുക്കുന്ന ആൻസറിന് വെയിറ്റിംഗ് ആണ്. ഇല്ല ആൻസർ ഇല്ല. എനിക്കറിയാം സോണിയെ കല്യാണം കഴിച്ച് പോകുന്നതിൽ ആൻറ്റിക്ക് ഭയങ്കര സങ്കടമാണ്. ബിക്കോസ് ആ പില്ലർ ഓഫ് ദ ഫാമിലിയാണ് വേറൊരു വീട്ടിലേക്ക് പോകുന്നത്. അപ്പം ആൻറ്റിക്കും പിള്ളേർക്കും അതുപോലെ തന്നെ വിഷമമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ അവളെ ഏറ്റവും സ്നേഹിക്കുന്ന ഒരാളെ തന്നെ അവളുടെ പാർട്ട്ണറായി കിട്ടിയതിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. അപ്പോൾ അവൾക്കും സെവിൻ ചേട്ടൻ അവളെ നന്നായിട്ട് നോക്കുമെന്ന് അറിയാം. അപ്പോൾ 2 പേർക്കും എൻ്റെ വക കൺഗ്രാറ്റുലേഷൻ, ഓൾ ദി ബെസ്റ്റ്. ഇനിയും മുന്നോട്ട് ഇതുപോലെ തന്നെ ബോൾഡായിട്ടും. ഞാനിപ്പോൾ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നു. 1 മിനിറ്റ് ഞാൻ എന്തെങ്കിലും കുടിക്കാൻ എടുക്കട്ടെ, എനിക്ക് വയ്യ. ഞാൻ പ്രോഗ്രാം അവിടെ തീർന്നിട്ടില്ല, ഓൾമോസ്റ്റ് കഴിഞ്ഞു. അവരവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നു. കാര്യം എനിക്ക് ഭയങ്കര തലവേദന എടുക്കുന്നു, വയറുവേദന എടുക്കുന്നുണ്ട്. അപ്പം എനിക്ക് എങ്ങനെയെങ്കിലും ഇത് കഴിച്ചു കളയണമെന്നുണ്ട്. പക്ഷേ എനിക്ക് ഇന്നത്തെ ഡ്രേപ്പിങ്ങും സാരിയും ഒക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് എനിക്കിതിങ്ങനെ വെച്ചോണ്ടിരിക്കാനും തോന്നുന്നുണ്ട്. പിന്നെ കുറേ ഫോട്ടോസൊക്കെ കിട്ടി കേട്ടോ, കുറേ ഫോട്ടോസ് എടുത്തു. പിന്നെ ഒരുപാട് കോംപ്ലിമെന്റ്സ് കിട്ടി എനിക്ക് സാരിക്ക് വേണ്ടി. ഞാൻ ഇപ്പോഴും പറയുകയാണ്, ദിസ് ഇസ് നോട്ട് എ പ്രൊമോഷൻ. എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ഞാൻ വാങ്ങിയതാണ് ഈ സാരി. എൻ്റെ ഫ്രണ്ടിൻ്റെ പേജിൽ നിന്ന് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവരുടെ പേജ് കൊടുത്തേക്കാം. പ്ലീസ് ഡു ചെക്ക് ഔട്ട് ദ പേജ്. ഒരുപാട് വെറൈറ്റി സാരീസ് ഉണ്ട്. നോട്ട് എ പ്രൊമോഷൻ കേട്ടോ, ഇപ്പോഴും പറയാം. എനിക്ക് ഈ സാരി ഒരുപാട് പേര് ചോദിച്ചു എവിടുന്നാന്നുള്ളത്. ഭയങ്കര എന്താ കംഫർട്ടാണ് എനിക്ക് ഈ സാരി ഉടുത്തിട്ട്. ഈ സാരി ലൈക്ക് സാരികൾ ഉടുത്തതിൽ എനിക്ക് ഭയങ്കര കംഫർട്ട്. ഈ കോട്ടൺ സാരി ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ആങ്കറിങ് ചെയ്തേ, കമ്മിങ് ടു മൈ ആങ്കറിങ് ഓർ ഹോസ്റ്റിംഗ്, എന്നോട് ഒരു അമ്മച്ചി അല്ല കേട്ടോ, ഒരു ചേച്ചി വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, മോളെ എനിക്ക് ഇന്നലത്തെ ആങ്കറിങ്ങും കഴിഞ്ഞപ്പോഴും വന്ന് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഇന്നാണ് അവസരം കിട്ടിയത്, നന്നായിട്ട് ചെയ്തു. സത്യം പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഓരോരുത്തർ വന്ന് പറയുമ്പോണ്ടല്ലോ എൻ്റെ മനസ്സ് ഭയങ്കരമായിട്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാര്യം നമുക്കിപ്പോൾ ഒരു കാര്യം ഇഷ്ടപ്പെട്ടാൽ നമ്മൾ അവരോട് ഓപ്പണായി പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഭയങ്കര വലുതാണ്. അപ്പം അതുപോലെയാണ് ഇപ്പം ഓരോരുത്തരും ഓരോ പ്രോഗ്രാം കഴിഞ്ഞ് ഞാൻ ഇരിക്കുമ്പോഴും കുറച്ച് ടൈം ഉണ്ടാവുമല്ലോ. ഇപ്പം ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ഓരോരുത്തരും എൻ്റെ മോളെ നന്നായിരുന്നു, ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിതാ
ആനന്ദ് പുളകിതമാകുകയാണ്, അങ്ങനെയല്ലേ പറയുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ, ഭയങ്കര സന്തോഷം. ഓരോ പ്രോഗ്രാമിന് കഴിയുമ്പോഴും എനിക്ക് എന്നെ തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നതും ഞാനിത് കഴിഞ്ഞ വ്ളോഗിലും പറഞ്ഞു, പക്ഷെ എനിക്കിത് പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല. കാര്യം നമ്മുടെ മനസ്സിന് കിട്ടുന്നൊരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ. അതെൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. ഞാനിത് പഠിച്ചു പറഞ്ഞതോ അല്ലെങ്കിൽ ഇത് പറയണമെന്ന് എഴുതി വെച്ച് പറയുന്നോ അല്ല. ഞാനിപ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് പറയണം, നമ്മൾക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യുമ്പോൾ കിട്ടുന്ന ഹാപ്പിനെസ് നമുക്ക് വേറെ എവിടെയും കിട്ടാൻ പോകുന്നില്ല. പിന്നെ ഞാൻ പറയുന്നത് ഇന്നത്തെ ഡ്രസ്സിങ് ആണെങ്കിലും പ്രോഗ്രാം ആണെങ്കിലും എല്ലാം, പിന്നെ സോണിക്ക് വേണ്ടി ചെയ്തു കൊടുത്ത പ്രോഗ്രാം എല്ലാം എനിക്കിഷ്ടമായി. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ എനിക്കിപ്പം ഈ ഡ്രസ്സൊക്കെ ഒന്ന് അഴിച്ചു കളഞ്ഞിട്ട് കുറച്ച് നേരം കിടക്കണം. കാര്യം എനിക്ക് വരാൻ തുടങ്ങി. മെയിൻലി പീരിയഡ്സ് ആയിട്ടില്ല, ബട്ട് അതിൻ്റെ ഡേറ്റ് ഒക്കെ വരുമ്പോൾ നമുക്കുണ്ടാവുന്ന മൂഡ് സ്വിങ്സും കാര്യങ്ങളുമാണ് എനിക്കിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇന്ന് രാവിലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, കർത്താവേ ഇന്ന് അവരുടെ ഡേറ്റ്, ബിക്കോസ് ആയി കഴിഞ്ഞാൽ എൻ്റെ പ്രോഗ്രാം കംപ്ലീറ്റ്ലി കൊളാവും. കാര്യം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, അധികമാണ് പെയിൻ. അപ്പം എന്തായാലും ഇന്ന് ഞാൻ രക്ഷപ്പെട്ടു. അപ്പോൾ അതിൻ്റെ ആ മൂഡ് സ്വിങ്സ് എനിക്ക് നടക്കുന്നതുകൊണ്ടായിരിക്കാം ഞാൻ പെട്ടെന്നല്ല, എന്നാലും അത് കഴിയുന്നതിന് മുന്നേ ഇങ്ങോട്ട് വന്നു. അവളോട് പറഞ്ഞു ഞാനിവിടെ ഉണ്ടാവും, യു ക്യാൻ കം ഹിയർ. കാര്യം എനിക്കിതൊക്കെ ഒന്ന് അഴിച്ചിട്ട് ഒന്ന് കിടക്കണം, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാം. ഞാനിപ്പോൾ എൻ്റെ മുടിയിൽ നിന്ന് അഴിച്ചെടുത്ത മുല്ലപ്പൂവാണ്. പണ്ടുണ്ടല്ലോ ഞാൻ എൻ്റെ ഇങ്ങനെ കല്യാണങ്ങൾക്കൊക്കെ പോകും ചെറുതിലെ, എന്താ 2 വയസ്സ് 3 വയസ്സുള്ളപ്പോൾ എനിക്ക് ക്ലിയർ കട്ടായിട്ട് ഓർമ്മയുണ്ട്. പണ്ട് ഞാൻ കല്യാണങ്ങൾക്ക് പോകുമ്പോൾ എൻ്റെ ഈ മുല്ലപ്പൂ വെക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അന്ന് ഞാൻ എൻ്റെ മമ്മിയോട് ഇങ്ങനെ പറഞ്ഞു, മമ്മി എവിടെയെങ്കിലും പോകുമ്പോൾ, കല്യാണം എന്ന് തന്നെ വേണ്ട, നമ്മൾ എവിടെയെങ്കിലും പള്ളിയിലൊക്കെ പോയിട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞു, മമ്മി എനിക്ക് മുല്ലപ്പൂ വാങ്ങിച്ചു തരും. അപ്പം മമ്മി പറയും, നീ എന്തിനാ എപ്പോഴും ഈ മുല്ലപ്പൂ വേണമെന്ന് പറയുന്നത്? നീ അന്ന് ഒരു മുഴത്തിന് 5 രൂപയായിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട്, ഒരു മുഴത്തിന് 5 രൂപയായിരുന്നു. അപ്പോൾ ഞാൻ മമ്മിയോട് ചോദിക്കും, മമ്മി പറയും 5 രൂപയ്ക്ക് ഞാൻ 5 വാങ്ങിച്ചു തരാം, അത് വാങ്ങിച്ചു തന്നാൽ നിന്റെ വയറ്റിലെങ്കിലും കിടക്കും, ഈ മുല്ലപ്പൂ വാങ്ങിച്ച് ചീഞ്ഞിട്ട് എന്ത് കാര്യത്തിലാണെന്ന് പറഞ്ഞിട്ട് മമ്മി എനിക്ക് 5 വാങ്ങിച്ചു തരുമായിരുന്നു. പക്ഷെ മുല്ലപ്പൂവിനോട് എനിക്കൊരു പ്രത്യേക സ്നേഹമുണ്ട്. അതും മുല്ലപ്പൂ എനിക്കിതാ ഇങ്ങനെ വെക്കണം. എങ്ങനെയാ പറഞ്ഞാൽ ഇതാ ഇങ്ങനെ കേട്ടോ ഞാൻ മുല്ലപ്പൂ വെച്ചോണ്ടിരുന്നത്. ഇങ്ങനെ വെച്ചാണ് ഞാൻ കല്യാണങ്ങൾക്ക് പോയിക്കൊണ്ടിരുന്നത്. ഇതാ എന്നിട്ട് ഇങ്ങനെ ആടണം മുല്ലപ്പൂ എൻ്റെ കണ്ണിൻ്റെ ഫ്രണ്ടിൽ കൂടെ. അപ്പം എനിക്ക് കാണണം. അപ്പം എൻ്റെ വിചാരം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഞാൻ വെച്ചത് കണ്ടിട്ട് അവിടെ വന്നിരിക്കുന്ന എല്ലാവരും വാവ് എന്ന് പറയുന്ന. പക്ഷെ ആക്ച്വലി ഇത് ഭയങ്കര ക്രിഞ്ചാണെന്ന് എനിക്കറിയാം. പക്ഷെ ഇപ്പം ഇത് വെച്ചിട്ട് ഹായ് കൊള്ളാം അല്ലേ, LKG പോയൊരു ഫീല്. ഓക്കെ, ദാറ്റ്സ് ഓക്കെ. പക്ഷെ മുല്ലപ്പൂവിനോടുള്ള സ്നേഹം എനിക്ക് ഇപ്പോഴും പോയിട്ടില്ലതാ. എനിക്ക് ഇപ്പോഴും മുല്ലപ്പൂ ഇങ്ങനെ വെക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്ന് അറിയത്തില്ല, ഇതിൻ്റെ സ്മെല്ലും ഇങ്ങനെ വെച്ച് ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് ഇടുന്നതൊക്കെ എനിക്ക് ഭയങ്കര, എൻ്റെ ഉള്ളിലെ ആ ഒരു ഗേളി തിങ്സ് ഉണരുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഐ ലവ് ദിസ്. അതിലുള്ള ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ കുറച്ച് നേരം കിടക്കാമെന്ന് വിചാരിക്കുന്നത്, ബിക്കോസ് ഐ എം സോ ടയർഡ്. പ്രത്യേകിച്ച് എൻ്റെ വേദന എടുക്കുന്ന ഹീൽസ് ഇട്ടിട്ട്. ഐ നോ വേദനയാണെങ്കിൽ പിന്നെ എന്തിനാ ഇടുന്നതെന്ന് ചോദിക്കും, പക്ഷേ ഇടാതിരിക്കാനും പറ്റാത്ത അവസ്ഥ. അതുകൊണ്ട് എനിക്ക് കാലിനടിയിൽ നല്ല വേദന. നമ്മൾ കുറേ നേരം സ്റ്റേജിൽ നിൽക്കുകയല്ലേ, ബട്ട് ദാറ്റ്സ് ഓക്കെ. ഞാനിപ്പോൾ ഉറങ്ങാൻ പോവാ. കുറച്ച് നേരം ഉറങ്ങാനല്ല, ഒന്ന് കിടക്കുമ്പോഴേക്കും സോണിയ വരും ഇങ്ങോട്ടേക്ക്. കർത്താവേ, ഞാനപ്പോൾ ഇപ്പോൾ ഉറങ്ങി എണീറ്റപ്പോൾ സോണിയ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഏതായാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടികളൊക്കെ? എൻ്റെ പരിപാടിയല്ല, ഞാൻ ടോട്ടലി നീ ആഗ്രഹിച്ച പോലെയൊക്കെ നടന്നോ? എല്ലാം നൈസായിരുന്നു, അടിപൊളിയായിരുന്നു. പ്രതീക്ഷിച്ചതിനേക്കാളും ഒരുപാട് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് തന്നു. താങ്ക് യു സോ മച്ച്, ഹാപ്പി ഫോർ യു. അപ്പം ഞങ്ങൾ എപ്പോഴും പുറത്തു പോയ കേട്ടോ പണ്ടോട്ട് ചായ കുടിക്കുക. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പം ഇവിടെ റൂമിലിരുന്ന് ചായ ഇട്ട് കുടിച്ച് ചെറിയൊരു വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞങ്ങൾ വർത്താനം പറ്റും, അതൊന്നും ഞാൻ വ്ളോഗിലിടുന്നില്ല. എന്തായാലും ഇനി നമുക്ക് കല്യാണത്തിന് കാണാം. അപ്പോൾ ഐ എം ജസ്റ്റ് വൈൻഡിങ് അപ്പ് ദിസ് വീഡിയോ. സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. ദിസ് ഈസ് തെരീസ സൈനിങ് ഔട്ട്. ബൈ.